പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത്, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി നിറഞ്ഞ ജീവിതം ജീവിച്ച് ഈ ദിവസവും കൂടി നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി ജീവിക്കും. ലോകത്തെ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും നമ്മൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, സംശയമൊന്നുമില്ല. എങ്കിൽ നിങ്ങളോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ഈ 34 രൂപതകളിലുള്ള പിതാക്കന്മാർ മിണ്ടുന്നില്ല. അവർ മിണ്ടാതിരിക്കുന്നതിന് എന്തോ കാരണം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഈ 34 രൂപതകളിലുള്ള പിതാക്കന്മാരും കൂടെ കൂടി ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി നയിക്കുമോ? ഞങ്ങളെ പിശാച് പിടിച്ചിരിക്കുക. ഈ പിശാച് ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ പുറത്തു പോകത്തുള്ളെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കുകയും നിങ്ങൾ പല കാര്യങ്ങളിൽ ഇത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഞങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുന്നു. സാത്താൻ്റെ കെണി തകർക്കാൻ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. നമുക്കറിയാം, പത്രോസിനെ കാരാഗ്രഹത്തിലടച്ചപ്പോൾ പത്രോസിന് വേണ്ടി സഭ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പത്രോസിനെ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് മോചിപ്പിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിച്ചിട്ട് കുഞ്ഞുമോനെ ഇതന്നെ ഇങ്ങനെ, കുഞ്ഞുമോനെ ഇതന്നെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയും പരിശുദ്ധ സഭയുടെ കൂടെയാണ് നിൽക്കുന്നത്. ചിലരൊക്കെ ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവരങ്ങോട്ട് തിരിഞ്ഞ് നിന്നില്ലെന്ന് വിചാരിച്ചു എന്നെ കുഴപ്പം. ഒരു കുഴപ്പമില്ല. കൂട്ടായ്മ ചേർന്ന് നിന്നില്ല, തീർച്ച നാശത്തിൽ കൊണ്ടുപോകും. ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെ ചെന്നായ്ക്ക് പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ബോധം ഈ ഒറ്റപ്പെട്ടു പോണതിനില്ല. ധൂർത്തപുത്രൻ അനുഭവിക്കാൻ പോയതുപോലെ നിത്യനാശത്തിലേക്ക് ഇവരെ കൈവിടാൻ ഞങ്ങൾക്കിഷ്ടമില്ല. ഞങ്ങൾക്ക് അവരുടെ കൂടെ പോകാൻ ഇഷ്ടമില്ല. ഞങ്ങൾക്കവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റണം. പക്ഷെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹിച്ച് മടുത്തു. ഈ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹിച്ച് മടുത്തു. അതെന്തിനാ താൻ സഹിക്കുന്നത്? അങ്ങനെ ആരും ചോദിക്കണ്ട. ഇതെൻ്റെ സഭയാണ്, അതുകൊണ്ടാണ് ഞാൻ സഹിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ പള്ളികളിൽ പോലും നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരും പറയാറില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പ്രശ്നങ്ങളിലായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ഓർത്ത്, നിശികാതമ്പുരാനെ ഓർത്ത് നിങ്ങളെ 34 രൂപതയിൽപ്പെട്ട ദൈവജനവും പിതാക്കന്മാരും ഒന്നിച്ചൊരു 3 ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കാം. തകർന്ന് തരിപ്പണമാകുക, കർത്താവിൻ്റെ ബലിപീഠം തല്ലി തകർക്കുക, കർത്താവിൻ്റെ അഭിഷിക്തരെ ആക്ഷേപിക്കുക, പോലീസുകാരുടെ മുന്നിൽ നിന്ന് തെറി പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ കൈപൊക്കി സിന്താബ വിളിക്കുന്നത് കേട്ടില്ലേ? ഇതെല്ലാം ഇപ്പോഴത്തെ ഈ മീഡിയ കൊണ്ട് ലോകത്തെ എന്ത് സംഭവിച്ചാലും അത് അപ്പോഴപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ചങ്ക് പൊള്ളിയില്ലേ? നിങ്ങളുടെ ചങ്ക് പൊള്ളിയെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എത്ര ഭീകരമാണ്. ഭീകരമായ സഹനങ്ങളിലൂടെയാണ് എറണാകുളത്ത് വിശുദ്ധരായ വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ വിശ്വാസികളും പോകുന്നത്. ഇതൊരു മുന്നോട്ടും പുറകോട്ടും തിരിയുന്ന നല്ല പ്രശ്നം, അനുസരണക്കേടിൻ്റെ പ്രശ്നമാണ്. ഒരു പഴം പറിച്ച് തിന്നതല്ല ആദത്തിൻ്റെ കുഴപ്പം. ആദം ദൈവത്തെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവരുടെ പിന്നിൽ വല്ലാത്ത തിന്മയുടെ ശക്തിയുണ്ട്, ഉറപ്പ്. ഞങ്ങൾക്കത് നന്നായിട്ടറിയാം. ചില സമൂഹം നമ്മളെ തിന്നു തീർക്കാൻ ഒരുങ്ങുന്നു. ആ സമൂഹത്തിൻ്റെ സമ്പത്തും അവരുടെ സപ്പോർട്ടും ഈ നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ചുമ്മാതെ പറയുകയല്ല. പറയുമ്പോൾ എല്ലാവരും കൂടെ കൂടിയെന്ന് പറയും, പിന്നെ അതങ്ങ് വിട്ടുപോകും. അങ്ങനെ വിട്ടു പോകല്ലേ. നിങ്ങൾ എൻ്റെ പിതാക്കന്മാരെ, ഈ 34 രൂപതകളിലെ പിതാക്കന്മാരെ, ഈ വെളിവില്ലാത്ത 2 പിതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ബോധമില്ലാത്ത, അതായത് ദൈവമില്ലാത്ത പുരോഹിതർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ദൈവജനത്തിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ലേ? വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ വിമതര്. പക്ഷെ അവർക്ക് അടിപിടിയും കോലാഹലവും ഉണ്ടാക്കാൻ എളുപ്പമാണ്. ദൈവജനത്തിനും ദൈവത്തെ ഭയമുള്ളവനും പറ്റില്ല. പള്ളിക്കിടന്ന് അടിയുണ്ടാക്കാൻ പറ്റില്ല. അതാണ് കാര്യം. ശക്തി കൊണ്ട് നേരിടാനാണെങ്കിൽ 100% ചുരുട്ടിക്കൂട്ടി ദൂരെ കളയാം. പക്ഷെ അത് ചെയ്യാൻ പറ്റുകയല്ലോ. അതല്ലല്ലോ ക്രിസ്തുവിൻ്റെ മാർഗം. ദൈവത്തെ ഓർത്ത്, നിശേതമ്പരാനെ ഓർത്തൊരു 3 ദിവസത്തെ ഉപവാസം നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുക. പിതാക്കന്മാർ, നിങ്ങൾ ആരെങ്കിലും ആത്മായ സഹോദരങ്ങളുടെ പിതാക്കന്മാർക്ക് അയച്ചു കൊടുക്കും. ഞങ്ങൾ പൊറുതി മുറ്റി കേട്ടോ.
ഞങ്ങൾ തോറ്റു കൊടുക്കില്ല. അത് മരണമാണെങ്കിൽ മരണം വരെ അങ്ങനെ തന്നെ പോകും. പക്ഷെ ഞങ്ങൾ തോറ്റു കൊടുക്കില്ല. കാരണം ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട. ആര് വേണേൽ കൊണ്ടുപോയിക്കോട്ടെ. കണ്ണുനീരോടെ പറയുക, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ലേ? പല മധ്യസ്ഥ പ്രാർത്ഥനകളും നിങ്ങൾ പലയിടത്തുനിന്നും പലർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? അങ്ങനെയല്ലത് തീക്ഷ്ണമായി ഒരു സമൂഹം മുഴുവൻ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ചങ്കലെന്നെടുത്ത് സത്യമായിട്ടും ഇന്നത്തെ പരിശുദ്ധ കുർബാന കണ്ണുകളോടെ കർത്താവ് സഹിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. കർത്താവിനെ അന്ന് തല്ലിയും തുഴിക്കുകയൊക്കെ ചെയ്ത പോലെയാണോ കർത്താവിൻ്റെ ബലിപീഠം പൊളിച്ചെടുക്കുന്നു, ബേമ എടുത്തുകൊണ്ട് ഓടുന്നു? എന്ത് കഷ്ടം! അധികാരികളെ ഒന്നും അവർക്ക് പേടിയില്ല. പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളൊന്ന് ഒരു 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് നിനിവയുടെ മാനസാന്തരം പോലെ ഒന്ന് സംഭവിക്കട്ടെ. 3 ദിവസത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കില്ലേ? ഉപവസിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കില്ലേ? പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം പോലെ ഞങ്ങൾ പുറത്തു വരും ഈ തിന്മയിൽ നിന്ന്. സങ്കടം കൊണ്ട് സഹിക്കാൻ മേലാത്ത വേദന കൊണ്ട് പറയുന്നത്. എത്രയും വേഗം നിങ്ങൾ ഇങ്ങനെ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊന്ന് പ്രഖ്യാപിക്കുക. ഞങ്ങളൊന്ന് വിടുവിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന നന്മകളും ദൈവാനുഗ്രഹങ്ങളും കർത്താവ് തരും. ഒരുപാട് വേദന തോന്നിക്കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളിന്ന് വേറെ ആരും ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ പലരും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരെയും കുറ്റം പറയുകയല്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ച് തിന്മയെ കീഴടക്കി കർത്താവും കർത്താവിൻ്റെ സഭയും വിജയിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പോകണ്ടേ? ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഇവിടുത്തെ സഹനത്തിനപ്പുറത്ത് നിത്യതയുണ്ടെന്നുള്ള പ്രത്യാശയാണ് ക്രിസ്തീയ പ്രത്യാശ, അല്ലേ? ഇവിടെ എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങ് കിട്ടുമെന്നാണല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കിട്ടാതെ വരുന്ന സങ്കടങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. പിതാക്കന്മാരെ പൊറുക്കണം, നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇവിടെ ബുദ്ധിക്കും ശക്തിക്കും കഴിവില്ല, ദൈവാത്മാവിന് മാത്രമേ ഉള്ളൂ ശക്തി എന്ന തിരിച്ചറിവോടെയാണ് ഈ മെസ്സേജ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഇതെല്ലാവരും ഈ പിതാക്കന്മാർക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.